പവർ കട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു, സമയം പറയാൻ നടക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ? ഇതിൻ്റെ അകത്ത് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന, കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നിനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിൻ്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ ഹൈഡൽ പവർ ഉൽപ്പാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപ്പാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെൻ്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, എഗ്രിമെൻ്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പോൾ 1000 മെഗാവാട്ടിൻ്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ പവർ ജലവൈദ്യുത ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നിനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെൻ്റ് കഴിഞ്ഞ ഗവൺമെൻറ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്റ്റ്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. അല്ല, അപ്പോൾ അത്രയും ഡിമാൻഡില്ല. അപ്പോൾ അത്രയും ഡിമാൻഡ് വന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ അന്ന് ഇവർ വാങ്ങിച്ചു. അന്ന് 8 രൂപ മുതൽ 14 രൂപ വരെ, 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് ഇവർ വാങ്ങിച്ചു. ഇവർ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു, വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം, അന്നത്തേക്കാൾ 1000 മെഗാവാട്ട് കൂടുതൽ കൺസംഷൻ വന്നു ഈ പ്രാവശ്യം. 1000 മെഗാവാട്ട്, 800 മുതൽ 1000 മെഗാവാട്ട് വരെ നമുക്ക് കൂടുതൽ വന്നു. ഓരോ ദിവസത്തെയും കൂടുതലാണ്. 2024-25 വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മില്യൺ യൂണിറ്റിൻ്റെ ഉപഭോഗം, കൺസംഷനാണ് ഒരു ദിവസം വർദ്ധിച്ചിരിക്കുന്നത്. മറ്റേ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം. ആ എഗ്രിമെൻറ്റും ഇല്ല. ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി വലിയ പ്രശ്നമാണ്. എൽ നിനോ ആയതുകൊണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്.